ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്ന് അറിയാം ഒരു BJP-കാരാ. നിന്നെ പോലെ മടയാണല്ലോ. അങ്ങനെ ഒരു മൂളത്തരം പറയും. അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല, അത് ശരിയല്ല. BJP നേതാക്കൾ വരെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോത്തിറച്ചി കഴിക്കാറുണ്ട്, നല്ല പോത്തിറച്ചി കിട്ടിയേ കഴിക്കും. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, നീ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. നീ ബീഫ് കഴിക്കാത്തത് എന്താ, നീ BJP ആയതുകൊണ്ടാണോ? അപ്പൊ നീ പന്നിയിറച്ചി കഴിക്കാത്തത് എന്താ, നീ മുസ്ലിം ആയതുകൊണ്ടാണോ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? മനസ്സിലാക്കി കളഞ്ഞല്ല. കാരണം കുറച്ച് ദിവസം ഇയാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം, ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം, ശ്രദ്ധിക്കപ്പെടണം. കാര്യം പൊള്ളാച്ചിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം, അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് പോലും പറഞ്ഞു ഗുണ്ടാപ്രവർത്തനം അറിയാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത്, അനസിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക്, വോയിസ് വേണോ? മനസ്സിലായ? അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് തന്നത് വെറുതെ എന്നാണ് വർക്ക്. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ, 2 രൂപ പോരെ. ആ വർക്ക് തന്ന എത്ര വർഷം മുമ്പ് അനസിന്? 3 വർഷമായില്ലേ? ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ആ വോയിസ് പ്രത്യേകിച്ച് ഇപ്പൊ വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പീഡന പരാതിയിൽ ചെന്നൈയിൽ നിന്ന് പിടിയിലായ നടനും എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ചോദിക്കുന്ന ഒരു ടോക്കാണ്. ഇനിയുമുണ്ടോ ഇക്ക ഇതുമാതിരിയുള്ള ഫണ്ണുകൾ? നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനത് കഴിച്ചാൽ എന്നെ എല്ലാം തകർന്നു. പറയാതിരിക്കാൻ പറ്റില്ല മോനെ, നമ്മുടെ ഉണ്ണി കൈവിട്ട് പോയി, നമ്മുടെ പൊന്നങ്ങളെ പേടിച്ചു പോയി. പന്നിയിറച്ചി അടിപൊളിയാ, ഒലത്തി തിന്ന അടിപൊളിയാ. ഒലത്തി തിന്നിട്ടില്ല, ഒലത്തി തിന്നാത്തത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, എന്നെ ഉടലോടങ്ങ് കെട്ടിയെടുക്കണമേ. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. ഇവിടെ താൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, താൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ ജയിലിൽ പോകേണ്ട കേസൊന്നും ഇല്ല. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ചാ ഒരു കൂലിയുടെ ശവം നാറിയിട്ട് പാടില്ല. ഒരു രീതിയിൽ മാറ്റൂല, അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് വെച്ചാൽ എന്താ, അതിന്റെ അർത്ഥം അറിയാവോ? ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. ഞാൻ പ്രൗഡ് ടു സേ ഐ ആം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ. തെറ്റ്, നമ്മുടെ ഇന്ത്യയാണത്. ആരുടെ? നമ്മുടെ ഇന്ത്യ.